സ്വർഗമായിരുന്നു സാറേ ഞങ്ങളുടെ വീട്. കണ്ണീരും കഷ്ടപ്പാടും ഒരുക്കി ഞാൻ ഉണ്ടാക്കിയെടുത്തതാ സാറേ ഇതൊക്കെ. അതാണ് അവൻ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. ഒരു കാര്യം ഉറപ്പാ സാറേ, ഇതിൻ്റെ ഒടുക്കം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. സാറിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. പക്ഷേ പോലീസ് നിയമമൊക്കെ ഇല്ലേ? നിനക്ക് ചുമ്മാ തമാശ. ഇവിടെ അമ്മച്ചിയും ജിൻസിയൊക്കെ ആകെ പേടിച്ചിരിക്കുക. കേസ് അത്ര സ്ട്രോങ് ആക്കണ്ടെന്നാ ക്ലബ്ബുകാരുടെ തീരുമാനം. എന്നതായാലും ട്രീസ കൊച്ചിനൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന് കിടപ്പുണ്ട്. ഉള്ളതാടി, ഞാനൊരു അധ്യാപകനാകാൻ പോവാ അവിടെ കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഹേയ് വേണ്ട, നീ ഇത്ര ചാടിക്കറി ലീവൊന്നും എടുത്ത് വരണ്ട. ഞാനൊന്ന് ജോയിൻ ചെയ്തോട്ടെ. ആ ഒരു സെക്കൻഡേ. ആ എടി, ഞാൻ വിളിക്കാം. നീ വെച്ചേര്. ബൈ. അമ്മച്ചിക്ക് തന്നെതാ. എടാ, ബേബി അവൻ്റെ അനിയനും ഒക്കെ കാശും ആളും സ്വാധീനം ഒക്കെ ഉള്ളവരാ. നാട്ടുകാർക്ക് വേണ്ടി ഓരോന്നിൽ എടുത്തിയാടി ഇറങ്ങിയിട്ട് ഒടുക്കം നീ മാത്രം അവരുടെ ശത്രുവാകും. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ അവര്. നീ ആശിച്ച് മോഹിച്ച് കാത്തിരുന്നൊരു ജോലി കിട്ടിയ സമയമായത്. കുഞ്ഞോനെ, നിനക്കെന്തേലും വന്നാല് ഞാനും ഈ കൊച്ചും പിന്നെ ജീവനോടെ ഇരിക്കുകയല്ല. എന്നതാടി നീയും തുടങ്ങി അമ്മച്ചി പോലെ? പേടിയാവുന്ന ചായ. പേടിക്കണ്ട കേട്ടോ, ഈ ചായനൊന്നും വരികയല്ല. എന്തൊരു ബഹളാടാ. ഞാൻ നിന്നെ അങ്ങോട്ടൊന്ന് കാണാതിരിക്കായിരുന്നു. എന്നാത്തിന്? എന്നാ കാര്യം? ഏയ്, അവന്മാരിപ്പോഴും സ്റ്റേഷനിലെ സെല്ലിൽ തന്നെയുണ്ട്. ഞങ്ങൾ പോയി തിരക്കായിരുന്നു. ആ കേസ് ഒന്ന് സ്ട്രോങ് ആക്കേണ്ടതായിരുന്നു. കുഞ്ഞനെ, ആ ബേബിച്ചൻ ഫ്രണ്ടിന് കൈവിട്ട മട്ടാ. അല്ലെങ്കിൽ ഇന്നലെ രാത്രി എന്നെ ഇറക്കിയായിരുന്നില്ലേ? നമ്മുടെ മാത്തൻ സേ എന്നാ പറയുന്നേ? എടാ, മാത്തൻ ശരിക്കും വിറച്ച മട്ട. എല്ലാരും വന്നേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അധ്യാപകനായി ചാർജ് എടുക്കാനുള്ള ഓർഡറാ കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി. കണ്ടോടാ പിള്ളേരെ, നമ്മുടെ കുഞ്ഞോഞ്ഞിന് അധ്യാപകനാടാ. നീ ഭാഗ്യമുള്ളവനാടാ. പൊളിച്ചട കുഞ്ഞോനെ. മച്ചാനെ ചെലവിനോടാ. ബിരിയാണി വേണം കേട്ടോ. ഓ, പക്ഷെ എനിക്ക് ഐസ്ക്രീം മസ്റ്റാ. ശരിയാക്കാം. എല്ലാവർക്കും ചെലവ് എന്റെ വക. ഞാൻ ശരിയാക്കി തരാം കേട്ടാ. വളരെ ഉപകാരം സാറേ. ചെല്ലേ. എടാ, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, ശരിടാ. വൈകിട്ട് ശരിടാ, വൈകിട്ട് ഗ്രൗണ്ടിൽ വെച്ചാടാ. ശരി. എടാ കുഞ്ഞോനെ, എന്നതായടാ എന്റെ മീൻ കുളത്തിന്റെ കാര്യം? നീ എനിക്ക് അങ്ങ് ഒളുത്തി തരാന്ന് പറഞ്ഞിട്ട് എന്തായി? പ്രാഞ്ചിടാ, ഒന്ന് പോയേ. നീ ഒന്നും കൂടെ ഉണ്ടാക്കല്ലേ മോനെ. ഞാനേ 2 ബംഗാളിൽ വെച്ച് പണിയങ്ങ് തുടങ്ങി. എന്റെ കൊച്ചിന്റെ പൊന്നു വിറ്റിട്ടാ. കേട്ടടാ പട്ടി. നീയൊക്കെ വലിയ മിടുക്കന്മാര്. ബ്രാഞ്ച് വെറും പൂച്ചാലി അല്ലടാ. എന്റെ മീൻകുളവും ജീവിതവും എല്ലാം നിനക്കൊക്കെ വെറും പുല്ല്. നീ ഉണ്ടാക്കി കൊടുക്കും ശോശാമക്കും മക്കൾക്കും വീടും തൊഴുത്തും പശു. എനിക്കറിയാടാ എന്തിന്റെ വകയായിട്ടാന്ന്. ശോശാമ്മയുടെ മുഴുപ്പ് കണ്ടിട്ടല്ലേടാ. എന്നാടാ കാണിക്കുന്നത്? ചുമ്മാ കള്ളും കുടിച്ചിട്ട് വീട്ടിൽ പോടാ. കൊല്ലടാ, നീയൊക്കെ വല്ലട കൊള്ള നായികളെ. ഈ ഒരു അക്ഷരം വേണ്ടിയ തല്ലുകൊന്ന് പുഴ തള്ളും പാട്ടി. കുഞ്ഞുമനെ, നീ ഒന്ന് പോകാൻ നോക്കി. ഇവൻ കള്ള് കുടിച്ചിട്ട് ഭ്രാന്ത് പറയാ. നീ കള്ള മുഴുത്ത കള്ള്. നീ കൂടാ മാറി. നീ കേട്ടോ നാറി, മേനകെട്ട നാറി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
മോനെ ചെന്ന ഉടനെ വിളിക്കണേ. ഞാൻ വിളിക്കാതിരിക്കും അമ്മച്ചി. പോയിച്ചു വരാം. എടാ ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കണം. ഉം. അവിടെ ചെന്നാല് കൂട്ടുകൂടിയൊന്നും നടക്കരുത്. ഒക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എൻ്റെ പൊന്നമ്മച്ചി. എടീ അമ്മച്ചി പൊന്നു പോലെ നോക്കിക്കോണം, മനസ്സിലായോ? വാ. എന്നതിലും ആവശ്യമുണ്ടെങ്കിലേ കുര്യനെ വിളിച്ചാൽ മതി. പിന്നെ പറമ്പിലെ കാര്യങ്ങൾ മത്താഴ്ച നോക്കിക്കോളൂ. ചെല്ലട്ടെ? ശരിയടി. ചേട്ടാ പോവാം. ശരി. എല്ലാ ദിവസവും കറക്റ്റായിട്ട് താമസിച്ചേ വരുള്ളൂ. ഇന്നെന്താണ് താമസിക്കാൻ കാരണം? ആകപ്പാടെ 4 ഗ്രാം പാലുണ്ട്. അത് കവിത്തി കളയോ? നോക്കിയെടുക്കടാ. അറിഞ്ഞോ കേട്ടാ, എന്താടാ നമ്മുടെ പ്രാഞ്ചി കുത്തിയ മീൻകുളത്തിന്നേ നന്നങ്ങാടി കണ്ടെത്തിയെന്ന്. മണ്ണങ്ങാടി എന്ത് സാധനമാണ്? ആ ടി വി ഒന്ന് വെച്ച് നോക്കേട്ടാ. നോക്കാം, ടി വിയിലുണ്ട് കുറെ ടിവിക്കാർ വന്നിട്ടുണ്ട്. മണ്ണങ്ങാടിയാ? അത് ഏതങ്ങാടി കിട്ടുന്ന സാധനമാണ്? പോലീസും പട്ടാളമൊക്കെ ഉണ്ടല്ലോ. ഇത് എങ്ങോട്ടാണാവോ? നന്നങ്ങാടിയിൽ നിന്ന് കണ്ടെത്തിയ നിധിയെക്കുറിച്ചാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടാണ് കേരളത്തിൽ നന്നങ്ങാടികൾ കണ്ടെത്താറുള്ളത്. വിലയേറിയ സമ്പാദ്യങ്ങളും അമൂല്യങ്ങളായ വസ്തുക്കളും പുരാതനമായ വാടാ ഒരു ചായ കുടിച്ചിട്ട് വാ. എനിക്ക് വേണ്ട. വാന്നേ ഒരു ചായ കുടിച്ചിട്ട് വാ. വേണ്ട, ഞാൻ കഴിച്ചതാന്നേ. എന്നാ ഒരു 10 രൂപ ഞാനൊരു ചായ കുടിക്കും. എന്റെ അരവിന്ദ, നീ എന്ന് തന്നാവൂടാ? ഞാനൊന്ന് ജയിച്ചോട്ടെ കേട്ടോ. നീയൊക്കെ അങ്ങ് വരും തൂറാൻ കക്കൂസിന്. ഒരു 10 രൂപ എടുക്കാൻ ഗതിയില്ലാത്ത നാറി. വന്നായിരുന്നോ എല്ലാരും? നന്നങ്ങാടി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ കൊച്ചു കാമാക്ഷി എന്ന ഗ്രാമത്തിൽ നിന്നാണ് നന്നങ്ങാടി കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്റെ തോമാച്ചോ, ഈ നാട് നശിക്കാൻ പോവാ. എന്തുവാണോ നീ പറയുന്നത്? ആർക്കിയോളജി, പോലീസുകാര്, പിന്നെ ഈ നാട്ടിലെയും അടുത്ത നാട്ടിലെയും ഒരു പണിയില്ലാത്തവന്മാരും, പിന്നെ കുറച്ച് ഊള ചാനലുകാരും സർവ്വ മുടകളും അവിടെ ഉണ്ട്. അങ്ങനെ പ്രാഞ്ചി വരെ ഫേമസ് ആയി. അവനെ കുറിച്ച് വല്ല വിവരം ഉണ്ടടാ മോനെ? എവിടെ? ആ നന്നങ്ങാടിയിൽ നിന്ന് കിട്ടിയ മുതലുമായിട്ട് അവൻ മുങ്ങി. അരവിന്ദേട്ടാ, ബിന്ദുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അയ്യോ, അവളൊരു പാവല്ലോടാ. അത് പറഞ്ഞപ്പോ നിനക്കെന്താടാ ഒരു കുടിരി? ഒന്ന് പോവാ ചേട്ടാ. നാണം വരുന്ന മോനി. തോമാറ്റൊരു കാര്യം ചെയ്യും. നല്ല പഞ്ചാര കൂട്ടി ബൂസ്റ്റ് ഒക്കെ ഇട്ട് നല്ല കിടക്കാച്ചി ഒരു ചായ എടുത്തോണ്ട് വന്നേ. ഞാനൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഹോട്ടലിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ വീട്ടിലൂണ് തുടങ്ങണം. വീട്ടിലൂണാ? ഒറ്റ ചമ്മന്തി കാര്യം തീരും. ഒറ്റ ചമ്മന്തിയാ? എന്റെയൊക്കെ വീട്ടിൽ ദിവസം ചമ്മന്തിയാ. രാവിലെ ഒറ്റ ചമ്മന്തിയായിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ? ഈ കഞ്ഞിക്ക് ആ ചമ്മന്തി ചേരും.